വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടെ? ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. ആനപ്പുറത്ത് കയറാത്ത മലയാളി ആനപ്പുറത്തിരിക്കുന്ന തലയേട് പറഞ്ഞത് ആനവണ്ടിയിൽ കയറിയപ്പോഴാണെന്ന് പറയാറുണ്ട്. KSRTC പലർക്കും പല അനുഭവമാണ്. ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് ഡബിൾ ബെൽ മുഴക്കിയെത്തിയ വികസനമാണ് KSRTC. ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഒപ്പമൂടിയ സുഹൃത്താണ് ചിലർക്ക് ആ വണ്ടി. അനേകായിരങ്ങൾക്ക് ജീവനും ജീവിതവുമായ KSRTC കടന്നു വന്ന വഴികളിലൂടെയും കടന്നു പോകുന്ന വഴികളിലൂടെയും നമുക്ക് ഒരു യാത്ര പോകാം. 1938 ഫെബ്രുവരി 20 തിരുവിതാംകൂറിന്റെ പട്ടണമായ തമ്പാനൂരിൽ അന്ന് ഉത്സവ പ്രതീതി. അന്നുവരെ കാണാത്ത അത്ഭുത കാഴ്ച കാണാൻ ആളുകൾ തമ്പാനൂർ പട്ടണത്തിലേക്ക് ഒഴുകിയെത്തി. ജനക്കൂട്ടത്തിന് നടുവിൽ ലക്ഷണമൊത്ത കൊമ്പനെ പോലെ തലയെടുപ്പോടെ അലങ്കരിച്ച ഒരു ബസ് വന്നു നിന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കുടുംബാംഗങ്ങൾക്കൊപ്പം അവിടേക്കെത്തി. EG സോൾട്ടർ എന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ബസിന്റെ ഡ്രൈവിംഗ് സീറ്റ്. ചെമ്മൺ പാതയ്ക്ക് ഇരുവശവും തിങ്ങി നിറഞ്ഞ ആളുകളുടെ ആർത്തുളികൾക്കിടയിലൂടെ ബസ് കവടിയാർ കൊട്ടാരത്തിലേക്ക് നീങ്ങി. കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ KSRTCയുടെ അന്നത്തെ തിരുവിതാംകൂർ ട്രാൻസ്പോർട്ടിന്റെ ആദ്യ യാത്ര അവിടെ തുടങ്ങി. 87 വർഷം കഴിഞ്ഞു. ഇന്ന് KSRTCക്ക് ആ രാജകീയ പ്രതാപമില്ല. വണ്ടികൾ ഭൂരിഭാഗവും പഴഞ്ചനായി. തൊഴിലാളി സമരങ്ങളും ശമ്പളത്തിനു വേണ്ടിയുള്ള മുറവിളിയുമായി. ഒരു കാലത്ത് KSRTCയിൽ ജോലി എന്നത് സുരക്ഷിതത്വത്തിന്റെയും പ്രൗഢിയുടെയും അടയാളമായിരുന്നു. മറ്റ് സർക്കാർ ജോലികൾ ഉപേക്ഷിച്ച് KSRTCയിൽ ജോലി സ്വീകരിച്ചവർ വരെയുണ്ട്. ഇന്നതെല്ലാം പഴങ്കഥ. കേൾക്കുന്നവർ അമ്പരന്ന് പോകുന്ന ചരിത്രം. യഥാർത്ഥത്തിൽ KSRTCക്കുണ്ടായ ഇപ്പോഴത്തെ തകർച്ചയുടെ പരിപൂർണമായ ഉത്തരവാദിത്വം അതൊരു രാഷ്ട്രീയ ആക്ഷേപമല്ല, ഈ ഗവൺമെൻറ്റാണ്. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അന്നത്തെ ധനകാര്യമന്ത്രി മുൻകൈയെടുത്ത് ഒരു വിദഗ്ധനെ KSRTCയുടെ നവീകരണത്തിന് വേണ്ടി ഒരു വിദഗ്ധനെ കമ്മിറ്റി സുശീൽ ഖന്ന എന്ന് പറയുന്ന ഒരാളെ കമ്മീഷനെ നിയമിച്ച് ഒരു റിപ്പോർട്ടുണ്ടാക്കി. അന്ന് 47,000 ജീവനക്കാരുണ്ടായിരുന്ന KSRTCയിൽ ഇപ്പോൾ 22,000 ജീവനക്കാരായി കുറഞ്ഞു. KSRTCയുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വണ്ടികൾ നിരത്തിൽ ഓടുക എന്നുള്ളതാണ്. അപ്പോൾ വാഹനങ്ങൾ ഇറക്കുക എന്നുള്ളതാണ് പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് ഇപ്പോൾ പുതിയ മന്ത്രി വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് വാഹനങ്ങൾ ഇറക്കി, വാഹനങ്ങൾ ഓടുന്നു, മോഹൻലാൽ ഫുട്ബോൾ നിൽക്കുന്നു, മമ്മൂട്ടിയെ കൊണ്ട് ടിക്കറ്റ് എഴുതിക്കുന്നു എന്നൊക്കെ പിന്നെ മന്ത്രി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന മന്ത്രി ആൻ്റണി രാജു ചെയ്തതിന് ഇപ്പോൾ തിരുത്തുന്നു. ആൻ്റണി രാജു അതിനു മുമ്പുണ്ടായിരുന്ന AK ശശീന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുറവുകൾ തിരുത്തുന്നു. KSRTCയുടെ ഡിപ്പോകളെല്ലാം തന്നെ ഡിപ്പോകളെല്ലാം ഓപ്പറേറ്റിംഗ് സെൻ്ററുകളാക്കി. അപ്പോൾ അവിടെ മെക്കാനിക്കൽ സ്റ്റാഫില്ല, ഗ്യാരേജിലെ വർക്ക് നടക്കുന്നില്ല, അതിനെയെല്ലാം സെൻട്രലൈസ് ചെയ്തു. വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടെ? ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് നടപടി ഉറപ്പായിട്ടുള്ളത്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC MDയുടെ നോട്ടീസുണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ട്, അങ്ങനെ ഇടരുത് എല്ലാ സ്ഥലത്തേക്കും. അവിടെ ഇടരുത് എന്ന് പറയും. പിന്നെ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതാണ്. ഇനി ഇത് ആവർത്തിക്കുക, നടപടി വരുമ്പോൾ പഠിച്ചു. നിങ്ങളല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റി. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ഇന്നലെ ഇട്ട കുപ്പി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നത് ചുമ്മാ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു പോയി. KSRTC ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിരത്തിയിട്ടതിനെ കുറിച്ചാണ് മന്ത്രി ഇത്തരത്തിൽ ജീവനക്കാരോട് രോഷമായി സംസാരിച്ചത്, അവർക്ക് താക്കീത് നൽകിയത്. എന്ത് തന്നെയായാലും KSRTC ബസ് വൃത്തിയുള്ളതായിരിക്കണം,
മാലിന്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് KSRTC ബസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക ഉണ്ടാക്കുന്ന വായു മലിനീകരണം അത് കുറയ്ക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പുക പരിശോധന എല്ലാ സമയത്തും നടത്തുന്നത്, കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നത്. പക്ഷേ ഇന്നലെ മന്ത്രി തടഞ്ഞു നിർത്തിയ ആ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ല. പുകപരിശോധനയുടെ കാലാവധി കഴിഞ്ഞിട്ട് 2 മാസത്തോടടുക്കുന്നു. ഓഗസ്റ്റ് മാസം 7-ാം തീയതി ഇതിൻ്റെ പുകപരിശോധന ഫലം അവസാനിച്ചതാണ്. അതിനുശേഷം സാധാരണ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. എന്നാൽ ഇതുവരെ എടുക്കാൻ തയ്യാറായിട്ടില്ല. KSRTC ബസ്സിന് മുന്നിൽ കുപ്പിയിട്ടെന്ന് ആരോപിച്ചാണ് മന്ത്രി ബസ് തടഞ്ഞു നിർത്തിയത്. മാറ്റങ്ങൾക്കുള്ള ശ്രമങ്ങൾ നല്ലത് തന്നെ, പക്ഷെ മാറ്റം നടു റോഡിൽ നിന്നല്ല തുടങ്ങേണ്ടത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും തൊഴിലാളി പ്രശ്നങ്ങളുമാണ് KSRTCയെ വീർപ്പുമുട്ടിക്കുന്നത്. പൊതുഗതാഗത സംവിധാനത്തിലേക്ക് പൊതുജനങ്ങൾ എത്തണമെങ്കിൽ ആകർഷണീയമാകണം ബസ്സുകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും. എന്നാൽ യാത്രക്കാരുടെ അനുഭവം മറിച്ചാണ്. യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി യാത്ര സുരക്ഷിതവും സന്തോഷകരവുമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗതാഗത മന്ത്രി അതിനു മുമ്പേ ചെയ്തു തീർക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളില്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിൽ ഏറ്റവും അധികം ആളുകൾ ബസ് കയറാൻ വരുന്നതും വന്നിറങ്ങുന്നതുമായിട്ടുള്ള ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ എത്തുന്ന സ്ത്രീജനങ്ങൾ അവർക്ക് പെട്ടെന്നൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ എവിടെ പോകും? അതിനുള്ള സംവിധാനമുണ്ടോ എന്നൊന്ന് നോക്കണ്ടേ. ഇവിടെ കുറെ നാളായിട്ട് കട നടത്തുന്ന ആളാണോ? ഇവിടെ വാഷ്റൂം സംവിധാനം ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല അതില്ല. ഇവിടെ എത്ര കാലം കൊണ്ടില്ല, 5-6 വർഷം കൊണ്ടേ ഇല്ല. ഞങ്ങൾ പുറത്ത് അങ്ങ് പോകേണ്ടി വരും. അങ്ങ് അറ്റത്ത് പോകണല്ലേ ഹോമിയോ ആശുപത്രിയിൽ പോകണം, അല്ലാതെ പോകാൻ വഴിയില്ല. സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പോകണമെങ്കിൽ കമ്പാർട്ട്മെന്റിൽ പോകണം, പുത്തരിക്കണ്ടത്തിൽ. ഇല്ലെങ്കിൽ ആശുപത്രി തുറന്നാൽ അവിടെ 2 മണി വരെ അവിടെ പോകാം. വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് തന്നെ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? അവർ നമുക്ക് വേണ്ടി അതൊക്കെ ചെയ്തു തരും. ഇവിടെ വാഷ്റൂം സംവിധാനം എവിടെയുള്ളത്? ഇവിടെ ഇല്ല, അപ്പുറത്തുണ്ട്. പാർക്കിന്റെ സൈഡിൽ അപ്പുറത്താണ്, മൈതാനത്തിന് അങ്ങേ സൈഡിൽ സുലഭ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ക്ലോസ് ചെയ്തില്ല. നേരത്തെ നഗരസഭയുടെ ഒന്നകത്തുണ്ടായിരുന്നു, അതിപ്പോൾ ക്ലോസ് ചെയ്തു. അങ്ങ് ദൂരെ പുത്തരിക്കണ്ട മൈതാനത്തിന്റെ അവിടെ ആയിരിക്കും. ശരി, അവിടെ പോകാം. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് കാണണ്ടേ. പെട്ടെന്ന് വന്നിറങ്ങുന്ന ഒരാൾക്ക് ഇത്ര ദൂരം സഞ്ചരിച്ച് ഈ ടോയ്ലറ്റ് വരെ എത്തുക എന്നുള്ളത് വളരെ ദുരിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ചാലയ്ക്കടുത്ത് KSRTCയുടെ ഡിപ്പോയുണ്ട്. അവിടെ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് സംവിധാനം ഉള്ളതായിട്ട് അറിയാമോ? ഇവിടെ ഇല്ല. അവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ കടകളുണ്ട്, ബാലാജി ഹോട്ടലുണ്ട്, പിന്നെ പള്ളിയുണ്ട്, മുസ്ലിം പള്ളി, അവിടെയൊക്കെ പോകും. അവിടെ KSRTC ഡിപ്പോയുണ്ട്, ഇവിടെ ചാല മാർക്കറ്റുണ്ട്. എനിക്ക് പിന്നിലുള്ള തിരക്ക് കാണുമ്പോൾ തന്നെ ഊഹിക്കാം ദിവസവും 100 കണക്കിന് അല്ലെങ്കിൽ 1000 ആളുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോകാൻ ഒരു പബ്ലിക് ടോയ്ലറ്റ് അല്ലെങ്കിൽ നല്ല ഒരു വാഷ്റൂം സംവിധാനം ഇവിടെ ഇല്ല. ഈ നടപ്പ് ഞാൻ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കിഴക്കക്കോട്ടയിൽ നിന്ന് പാളയം വരെ എത്തിയേനെ. എന്തായാലും എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, പോകാൻ നല്ലൊരു വാഷ്റൂമില്ല. അപ്പോൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ഇതുകൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണേ. ഒരു ചെറിയ ദൃശ്യം കാണിക്കാം. കാരണം ഈ ബസ് ഉടൻ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ആ KSRTC ബസ്സിന്റെ മുകളിൽ, ആ ഡോറിന്റെ മുകളിലായി നമുക്ക് കാണാം ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാച്ച് വർക്ക് ചെയ്ത ഒരു തകര ഷീറ്റ് കൊണ്ടല്ല, നേരെ മറിച്ച് അതൊരു ട്യൂബിന്റെ ഭാഗം കൊണ്ടാണ് ആ പാച്ച് വർക്ക് നടപടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് KSRTC ബസ്സിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ബസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു, ഈ പുറത്ത് ഈ ഭാഗമെല്ലാം തന്നെ തകർന്ന ഒരവസ്ഥയിൽ. ഇനി ഏതായാലും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെയും മിന്നൽ പരിശോധനകൾ നടത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. അതിന് പറ്റിയ സ്ഥലം ഈ തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയാണ്. ഈ കാണുന്നത് 2018 കൊട്ടിഘോഷിച്ച് തുടങ്ങിയ ഒരു ചെറിയ ബ്രസ്റ്റ് ഫീഡിങ് ഏരിയ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, അമ്മമാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥലം, ആരോഗ്യ പരിശോധനകൾക്ക് വേണ്ടിയൊരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. 2018 ഫെബ്രുവരി 28 കടമ്പള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്നു. KK ശൈലജ ടീച്ചർ അന്ന് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി അന്ന് AK ശശീന്ദ്രനാണ്. അന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഇപ്പോൾ ഈ പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇത്തരത്തിൽ നിർമ്മിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ KSRTCയിൽ അവതാളത്തിലാണ് എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, എത്രമാത്രം പൊടി പിടിച്ചിട്ടുണ്ട്. ഇത് ഈ അടുത്ത സമയത്തൊന്നും തന്നെ തുറന്ന ഒരവസ്ഥ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡിന് അകത്തേക്ക് ഒന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ ബസ്സുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. നേരത്തെ ഇവിടെ കിടന്ന ബസ്സുകൾ പോലും നമ്മൾ
വാഹൻ സൈറ്റിൽ പരിശോധിക്കുമ്പോൾ അതിൻ്റെയും പൊല്യൂഷൻ കഴിഞ്ഞ ഒരവസ്ഥയുണ്ട് ഇന്നലെ കണ്ട ആ ബസ്സിനെ പോലെ. പക്ഷെ മന്ത്രിയുടെ മിന്നൽ പരിശോധന പേടിക്കാതെ കുറേ ആളുകൾ ഏതായാലും KSRTC സെൻട്രൽ ഡിപ്പോയിലുണ്ട്. അങ്ങനെ ഒരാളെ കാണിച്ചു തരാം. ഇതാണ് ഈ ഇത്രയധികം ജനങ്ങളും കുട്ടികളുമൊക്കെ കടന്നു പോകുന്ന സ്ഥലത്താണ് ഇതുപോലെയുള്ള കാഴ്ച. ഇത് ഒരെണ്ണമാണ് എന്ന് കരുതരുത്. തൊട്ടപ്പുറത്ത് മറ്റൊരാളും കൂടി മിന്നൽ പരിശോധനയിൽ പേടിക്കാതെ കിടപ്പുണ്ട്. ആളുകൾ നടന്നു പോകുന്ന വഴിയാണ്, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോകുന്നത് അതുവഴിയാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ ഏതായാലും ഇങ്ങനെ പട്ടിയൊക്കെ കിടക്കുന്നത്, നായ കിടക്കുന്നത്. അത്രയധികം തിരക്കുള്ള ഒരു സ്ഥലമാണ് എന്ന് കൂടി ഓർക്കണം. പക്ഷേ എല്ലാം തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യങ്ങളെ കൃത്യമായി തന്നെ കുറ്റം പറയും, അത് മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇനി കാണിക്കാൻ പോകുന്നത് ഈ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഈ അടുത്ത സമയത്ത് മന്ത്രി ഗണേഷ് കുമാർ സ്ഥാനമേറ്റതിന് ശേഷം തുടങ്ങിയതാണ് ഈ കാണുന്ന വിശ്രമമുറി. അതൊരു ശീതീകരിച്ച വിശ്രമമുറിയാണ്. ആ ശീതീകരിച്ച വിശ്രമമുറിയിൽ ആളുകൾ കൃത്യമായി തന്നെ എത്തുന്നുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതൊക്കെ ആധുനികതയോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്, അതൊക്കെ വേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇതും കൂടെ കാണിച്ചു തരാം. ആളുകൾ ഇങ്ങനെ ഇത്രയധികം തിരക്കുള്ള സ്ഥലത്ത് ഇരിക്കുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള കസേരയുടെ ഒരു അവസ്ഥ കാണിച്ചു തരാം. ഏതാണ്ട് 2 എണ്ണം പൊട്ടിപ്പൊളിഞ്ഞ് ഒരെണ്ണം തറയിൽ കിടക്കുന്നു. അതോടൊപ്പം തന്നെ അഴുക്കും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യവുമൊക്കെ കെട്ടി കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് KSRTCയുടെ ബസ്സുകൾ കഴുകുന്ന സ്ഥലം. ഇത്രയധികം ബസ്സുകൾ കടന്നു വരുന്ന ഒരു ഡിപ്പോയാണ് തമ്പാനൂർ ഡിപ്പോ. അവിടെ ഈ 2 ബസ് മാത്രം കഴുകാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിൽ ഏതായാലും ഉള്ളൂ. അത് കൂടുതൽ വർദ്ധിപ്പിക്കണം. ഇനി ഏതായാലും ഡിപ്പോയിലേക്ക് പോകാം. ഡിപ്പോയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി അതിരൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കുണ്ടും കുഴിയും നിറഞ്ഞ സ്ഥലമാണ്. ഈ പുതിയതായി വാങ്ങിയ ബസ്സുകൾ പോലും അപകടത്തിൽ അല്ലെങ്കിൽ അതിന് കേടുപാട് സംഭവിക്കാനുള്ള സ്ഥിതിയെല്ലാം തന്നെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതെല്ലാമാണ് ഈ KSRTCയെ ഇവിടെ ബാധിക്കുന്ന കാര്യം. സ്ഥലപരിമിതി ഒരു വലിയ പ്രശ്നമാണ്. വാഹനം കഴുകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വൃത്തിയുടെ ഏതായാലും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇത് ഡിപ്പോയുടെ ഭാഗമാണ്. അവിടെയാണ് ഇങ്ങനെ ചെളിയും വെള്ളവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് മഴ പെയ്തതേ ഉള്ളൂ. അപ്പോഴാണ് ഈ സ്ഥിതി. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, പല ബസ്സുകളിലും ഇപ്പോൾ ഏതായാലും വേസ്റ്റ് ഇടാനുള്ള സംവിധാനമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത്തരത്തിലൊരു സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ബസ്സുകളിലും ഇല്ല എന്നുള്ളതാണ് കാണേണ്ടത്. ഇത് വേസ്റ്റ് ഇടാനുള്ള സംവിധാനമാണ്. പക്ഷേ ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇത് പല ബസ്സുകളിലും ഇത്തരത്തിൽ വേസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നത്. അതൊക്കെ ആളുകൾ ചെയ്യുന്നതാണ്, ഈ യാത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബസ്സിനെ എത്രത്തോളം നമ്മൾ നവീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊരു നല്ല പ്രവർത്തനം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ആ ദൃശ്യങ്ങൾ കാണാം, കുപ്പിയും ഒക്കെ കിടക്കുന്നത്. ഈ കാണുന്നത് അവരുടെ സ്റ്റേ റൂമാണ്. തമ്പാനൂരിൽ വരുന്ന ദീർഘദൂര വണ്ടികളിൽ വരുന്ന ജീവനക്കാർ താമസിക്കുന്ന സ്റ്റേ റൂമാണ്. ആ ഇരുമ്പ് തകരത്തിന് താഴെയാണ് അവർ കിടന്നുറങ്ങേണ്ടത്. പലരും രാവിലെ വെളുപ്പിനെ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ചൂടേറ്റ് തറയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ. അവിടെ നേരിട്ട് നമ്മൾ പലപ്പോഴും കാണുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അവരവസ്ഥ ഷൂട്ട് ചെയ്ത് അവർ തന്നെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. ഈ ബസ് കിടക്കുന്ന പുതിയ ബസ് കിടക്കുന്നതിന് തൊട്ടപ്പുറത്താണ് ഈ KSRTC റാമ്പ്. അതായത് അടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ആ റാമ്പിൽ ഇറങ്ങി എന്നുകൊണ്ടാണ്. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഓടയിൽ നിന്ന് ഓടയിലെ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തും. ആ വെള്ളം കോരിക്കളഞ്ഞ് അത് എത്ര നേരം ഊറ്റുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം പരിശ്രമിക്കേണ്ടി വരും ആ വെള്ളം ഒന്ന് എടുത്ത് മാറ്റുന്നതിന് വേണ്ടി. അങ്ങനെയാണ് മഴക്കാലമായാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ. ദീർഘദൂരം ഓടി വന്ന ബസ്സാണ്. ആ ബസ് പോകുന്ന കാഴ്ച കാണിക്കുക. അതിൻ്റെ അടി തട്ടേണ്ടതായിരുന്നു. കാരണം ഈ കുഴിയിലൂടെ വന്നിറങ്ങുമ്പോൾ അതൊരു ലോ ഫ്ലോർ ബസ്സാണ്. ആ ഭാഗത്ത് കുറച്ചുകൂടി അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ അടിഭാഗം തട്ടേണ്ടതായിരുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഈ ബസ്സിന് ഏതായാലും കുഴപ്പമില്ല, കുറച്ചുകൂടി ഉയരം ഉള്ള ബസ്സാണ്. പക്ഷേ അതും എത്രമാത്രം ദുഷ്കരമായിട്ടാണ് വരുന്നത്. ആ പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനം ഒതുക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്, കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ദയനീയമായ ദുരിതപൂർണമായ കാഴ്ചകൾ ഇപ്പോഴും KSRTC ബസ് സ്റ്റാൻഡുകളിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മന്ത്രിയും KSRTC മാനേജ്മെൻറ്റും എല്ലാം തിരിച്ചറിയേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. ജീവനക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കക്കൂസ്, കുളിമുറി എന്നിവ അടക്കമുള്ള സ്ഥലങ്ങളുടെ അത് എത്രത്തോളം അത് ഫലവത്തായാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങേക്ക് നേരിട്ട് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിട്ടെങ്കിലും പരിശോധിച്ച് അങ്ങ് അതിൻ്റെ വസ്തുത ഉറപ്പുവരുത്തണം. മാത്രവുമല്ല KSRTCയെ സംബന്ധിച്ചിടത്തോളം
KSRTC ജീവനക്കാരനൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 0% DAയ്ക്ക് പണിയെടുക്കുന്ന സർക്കാർ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ പരീക്ഷ എഴുതി വന്ന ജീവനക്കാരിൽ ഏറ്റവും ഒരേ ഒരു വിഭാഗമെന്ന് പറയുന്നത് KSRTC ജീവനക്കാരാണ്. അപ്പോൾ 35% DA കുടിശ്ശിക അടക്കം KSRTCക്കാരൻ്റെ NBS ജീവനക്കാരിൽ പകുതി NBSആണ്. NBSകാരൻ്റെ പണം 400 കോടി രൂപ അടയ്ക്കാനുണ്ട്. ഒറ്റപ്പെട്ടതല്ല ഈ കാഴ്ചകൾ. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും പോയി നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് KSRTC സ്റ്റാൻഡിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ്. ഒരു 3 വർഷം മുമ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു ബഹുനില കെട്ടിടമാണ്. ലിഫ്റ്റ് സ്ഥാപിക്കേണ്ട ഒരു ഭാഗം അത് കോൺക്രീറ്റ് ചെയ്ത് അടച്ചു വച്ചിരിക്കുന്നു. കാരണം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ വലിയ അശാസ്ത്രീയതയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശത്ത് വീണ്ടും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വീണ്ടും ലിഫ്റ്റ് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പം ഈ ഭാഗം ലിഫ്റ്റ് സ്ഥാപിക്കാൻ ഈ കെട്ടിടം നിർമ്മിച്ച ഘട്ടത്തിൽ തന്നെ പ്ലാൻ ചെയ്ത ഭാഗം അത് കോൺക്രീറ്റ് വെച്ചിട്ട് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇനി മറ്റ് ഭാഗങ്ങൾ അവിടെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. പക്ഷേ കുത്തിപ്പൊളിച്ചപ്പോൾ സംഭവിച്ചത് അവിടെ ഈ കെട്ടിടത്തിൻ്റെ ബീം ആ ഭാഗത്തായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 18 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ 6 നില കെട്ടിടം ഏതാണ്ട് 16 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്, അല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. പക്ഷേ ഈ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഏതാണ്ട് 18 കോടി രൂപയ്ക്ക് 4 നില കെട്ടിടം മാത്രമാണ് പൂർത്തിയായത്. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നു എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. പല സ്ഥലത്തും ചോർന്ന് ഒലിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കൊന്നും നമുക്ക് കയറിപ്പോകാൻ കഴിയില്ല. അതൊക്കെ അടച്ചു വച്ചിരിക്കുകയാണ്. ലിഫ്റ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ആ ഭാഗത്താണുള്ളത്. അപ്പം ലിഫ്റ്റിന് വേണ്ടി മേടിച്ച ഉപകരണങ്ങളടക്കം ഏതാണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആണ് ഈ തൊടുപുഴ KSRTC സ്റ്റാൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ബസ് പിറകിലോട്ടെടുക്കാൻ മുന്നോട്ടെടുക്കാൻ ഇവിടെ നിന്ന് വളഞ്ഞ് പുറത്തേക്ക് പോകാനൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. കണ്ടോ, ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എല്ലാ തൂണും, ഇതിപ്പോൾ ഒരു തൂണാണ്. ഈ തരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ എല്ലാ തൂണുകളിലും ഇതേ രീതിയിൽ ബസ് തട്ടി പൂർണ്ണമായിട്ടും പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. നല്ല ബസ്സുകൾ വന്നാൽ തന്നെ കംപ്ലീറ്റ് ബോഡി എറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ അപാകതകളാണ്. എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളെടുത്തൊക്കെ എല്ലാം പ്രശ്നങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രം പോരാ. തൊഴിലാളികളുടെ ജീവിതത്തിലേക്കും സർക്കാരിന്റെ കരങ്ങൾ കടന്നു ചെല്ലണം. ശമ്പളം എല്ലാ മാസവും മുടങ്ങാതെ നൽകുന്നുവെന്ന വീമ്പ് പറച്ചിൽ തെറ്റാണ് എന്ന ബോധ്യമാണ് വേണ്ടത്. കാരണം ഔദാര്യമല്ല മാസാവസാനം നൽകുന്ന ശമ്പളക്കാശ്, തൊഴിലാളികൾ ചോര നീരാക്കിയതിന്റെ വിലയാണ്. ഇക്കാലത്തും അവകാശപ്പെട്ട ആനുകൂല്യത്തിനു വേണ്ടി നിരന്തരം തെരുവിലിറങ്ങി പോരാടുന്ന മറ്റൊരു തൊഴിലാളി വർഗം KSRTCക്കാരല്ലാതെ മറ്റാര്? KSRTC ഹിസ്റ്ററിയിലെ ഏറ്റവും അധികം വാഹനങ്ങൾ, ഏറ്റവും അധികം നമ്പരും അതുപോലെ തന്നെ ഏറ്റവും അധികം വെറൈറ്റി വാഹനങ്ങളാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. KSRTC ഇതുവരെയുള്ള അതിൻ്റെ മുഖച്ഛായ മാറുകയാണ്. എല്ലാ തരം യാത്രക്കാരെയും, ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാർ മുതൽ ദീർഘദൂരം പോകുന്ന സ്റ്റുഡൻസ് അടക്കമുള്ള വാഹനങ്ങളുള്ള എല്ലാവരെയും, കാറുകളുള്ളവർ പോലും കാർ ഉപേക്ഷിച്ച് KSRTCയിൽ വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലീറ്റ് മോഡേണൈസേഷൻ നടത്തിയത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലിയൊരു ഇടപെടൽ ഇതിനകത്തുണ്ട്. ഇക്കാര്യത്തിൽ ഏതാണ്ട് 130 കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് KSRTC. ഈ വർഷം 108 കോടിയും കഴിഞ്ഞ വർഷത്തെ 22 കോടിയും ചേർത്തുകൊണ്ടാണ് ഈ വണ്ടി വരുന്നത്. തുടർച്ചയായി അടുത്ത 6 മാസം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ബസ് ഡിപ്പോകളിലേക്കും ഈ വണ്ടികൾ പോകും. എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂര സർവീസായിരിക്കും, അന്തർ സംസ്ഥാന സർവീസായിരിക്കും. ഈ വണ്ടികൾ ഇപ്പോൾ നമ്മൾ കയറിയ പുതിയ വണ്ടി അടക്കം എല്ലാ വണ്ടിയും ഈ ബാംഗ്ലൂരിൽ ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക്, ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ നിന്നൊക്കെയുള്ള ഓട്ടത്തിന് നമ്മൾ ഈ പുതിയ വണ്ടികൾ തന്നെ പരമാവധി ഉപയോഗിക്കും. ഇനി നമ്മൾ മാക്സിമം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫ്ലീറ്റ് മോഡേണൈസേഷൻ. ഇപ്പോൾ നമ്മൾ 100ഓളം വണ്ടി, 156 വണ്ടി ഇപ്പോൾ വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ. ഈ 156 വണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അധിക വരുമാനം വരുന്നതോടെ ഈ വണ്ടികൾക്കെല്ലാം, ഇപ്പോൾ വാങ്ങിയ എല്ലാ വണ്ടികൾക്കും മൈലേജ് കൂടുതൽ, അതായത് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കഷ്ടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 5-5.5 കിലോമീറ്റർ മുതൽ 7-8 കിലോമീറ്റർ വരെ കിട്ടുന്ന വാഹനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാ സൗകര്യമുണ്ട്. ചെറിയ വണ്ടികളിൽ ലോക്കലായിട്ട് ഓടാൻ ഓർഡിനറി ബസ് വാങ്ങി, അതിൽ പോലും വൈഫൈ ഉണ്ട്. ഫ്രീ വൈഫൈ കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ചാർജറുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വണ്ടികളും ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ വണ്ടികളിലും കൃത്യമായ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ, ക്യാമറകളും അതിൻ്റെ റെക്കോർഡിംഗ് സംവിധാനങ്ങളും
ടാമ്പർ ചെയ്യാൻ കഴിയാത്ത റെക്കോർഡിംഗ് സംവിധാനങ്ങളാണ്. ആർക്കും അത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്ത സാധനം ആർക്കും എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അങ്ങനെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട്, അത് ബാംഗ്ലൂരിലേക്കാണ്. പിന്നെ അടുത്ത മാസം 2 ഓൾബോയുടെ തന്നെ 2 ഫുൾ ബെഡ് ഉള്ള വണ്ടി, സ്ലീപ്പർ 2 വണ്ടി വരുന്നുണ്ട്. അത് അവർ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സ്ലീപ്പർ വണ്ടി ഉണ്ടാക്കുന്നത്. അത് ഹൈ ലക്ഷറി ആയിരിക്കും. ഈ വണ്ടികളെല്ലാം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ആഡംബരത്തോടുള്ള വണ്ടികളാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. പുതിയ ബസ്സുകൾ KSRTCയുടെ നവീകരണത്തിന് അത്യാവശ്യം. എന്നാൽ പഴയ തകരപ്പാട്ടയുടെ അവസ്ഥയിലായ ബസ്സുകളുടെ എണ്ണം കണ്ടാൽ ഞെട്ടും. മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ന്യൂസ് ആ വാർത്ത തുറന്നുകാട്ടിയിരുന്നു. വെള്ളായണി ക്ഷേത്രം, പുന്നമ്മൂട്, പെരിങ്ങമല അതുവഴി ഓടുന്ന KL 15 73 62 പ്രായം, 16 വർഷം 1 മാസം 3 ദിവസം. KL 15 70 71 16 വർഷവും 7 മാസവും 14 ദിവസവുമാണ് ഈ വാഹനത്തിൻ്റെ പ്രായം. ഇതുപോലെ 1261 വാഹനങ്ങൾ നിരത്തുകളിൽ, പഴഞ്ചൻ വാഹനങ്ങൾ ഓടുന്നുണ്ട്. KSRTCക്ക് ആകെ 4717 വാഹനങ്ങളുണ്ട്. അതിൽ 15 വർഷം കാലപ്പഴക്കം കഴിഞ്ഞ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ, 1261 എണ്ണം. 14 വർഷത്തിനും 15 വർഷത്തിനും ഇടയിൽ കാലപ്പഴക്കമുള്ള 698 വാഹനങ്ങളുമുണ്ട്. മുൻപ് സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റുമായി ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളാണ് ദീർഘദൂര ഓട്ടത്തിന് കഴിയാതായതോടെ ഇതുപോലെ ഓർഡിനറിയാക്കിയത്. സമീപകാലത്ത് നടന്ന അപകടങ്ങളിൽ കൂടുതലും പെടുന്നത് പഴയ വാഹനങ്ങളാണെന്നാണ് ഡ്രൈവർമാരുടെ പരാതി. എന്നിട്ടും പുതിയ വാഹനങ്ങൾ വാങ്ങാനോ പഴഞ്ചൻ വണ്ടികൾ ഒഴിവാക്കാനോ നടപടിയില്ല. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ റീടെസ്റ്റ് ചെയ്യാൻ ഹരിത നികുതിയുണ്ട്. 9 വർഷം കൊണ്ട് സർക്കാരിന് ലഭിച്ചത് 100,77 ലക്ഷം എന്നാണ് വിവരാവകാശ രേഖ. ഈ ബജറ്റിൽ നികുതി നിരക്ക് വീണ്ടും ഉയർത്തിയെങ്കിലും KSRTCക്ക് ഇതൊന്നും ബാധകമല്ല. പഴഞ്ചൻ വണ്ടികൾ മാറ്റി പുതിയത് വാങ്ങേണ്ടത് സർക്കാർ തന്നെ. എന്നാൽ പുതിയ വണ്ടികളെയും അലക്ഷ്യമായ പെരുമാറ്റത്തിലൂടെ പഴഞ്ചനാക്കുന്നത്, വൃത്തിഹീനമാക്കുന്നത് പലപ്പോഴും ചില യാത്രക്കാരാണ്. ആ മനോഭാവത്തിനും മാറ്റം വേണം. എന്നാൽ മാത്രമേ രൂപാന്തരപ്പെടാൻ പോകുന്ന നമ്മുടെ ഈ ബസ് കേന്ദ്രങ്ങൾ അതേ മോടിയിൽ നിലനിൽക്കുകയുള്ളൂ. KSRTC ആധുനികവൽക്കരിക്കുന്നതിൽ മന്ത്രി KB ഗണേഷ് കുമാർ പുലർത്തുന്ന ജാഗ്രതയെ കുറച്ചു കാണുന്നില്ല. എന്നാൽ മന്ത്രിയുടെ നടു റോഡ് ശകാരത്തിൽ തീരുന്നതല്ല KSRTCയുടെ പ്രശ്നം. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും മന്ത്രിയിലുള്ള വിശ്വാസം വൃഥാവിലാകരുത്. റീൽസ് പ്രകടനങ്ങളല്ല, റിയൽ ഇടപെടലുകളാണ് വേണ്ടത്.